ശ്രീ എ.പി.ജെ. അബ്ദുൽ കലാം രചിച്ച അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തെ ആധാരമാക്കി തയ്യാറാക്കിയ ഒരു പുസ്തകാവലോകനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മൂന്നാം ഭാഗമാണ്. ഒന്നും രണ്ടും ഭാഗങ്ങൾ കണ്ടുകാണുമല്ലോ. ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന അനുഭവങ്ങൾ, സംഭവങ്ങൾ, ആത്മീയ വിവരണങ്ങൾ, പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിപരമായ വായനാനുഭവത്തിന്റെ പുനർവിവരണമാണ്. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. തീവണ്ടിയുടെ ജാലകത്തിനരികിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാൻ പിന്നിലേക്കൊഴുകിപ്പോകുന്ന ഗ്രാമജീവിതം നോക്കിക്കൊണ്ടിരുന്നു. വയലുകളിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാരും പച്ചപ്പിന്റെ നടുവിൽ നിറമാർന്ന വസ്ത്രങ്ങളണിഞ്ഞു പണിയെടുക്കുന്ന സ്ത്രീകളും ചേർന്ന് ഒരു ജീവനുള്ള ചിത്രപടം പോലെ ദൂരത്ത് വിരിഞ്ഞു. ഇടയ്ക്കൊക്കെ ഒരു കുട്ടി തീവണ്ടിയിലേക്ക് കൈവീശുന്നത് കാണാം. എല്ലാം തന്നെ ശാന്തവും താളബദ്ധവുമായ ജീവിതത്തിന്റെ അടയാളങ്ങളായിരുന്നു. വടക്കേ ഇന്ത്യയിലേക്ക് നീങ്ങുന്തോറും ഭൂപ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. വലിയ നദീതടങ്ങളും സമൃദ്ധമായ ഭൂമികളും ചരിത്രത്തിന്റെ നീണ്ട ഒഴുക്കിലൂടെ നടന്ന അനവധി മാറ്റങ്ങളെ ഓർമ്മിപ്പിച്ചു. പല സംസ്കാരങ്ങളും ജനതകളും കടന്നുവന്ന് ഈ ദേശത്തെ രൂപപ്പെടുത്തി. ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങൾ പോലും മനുഷ്യന്റെ സാങ്കേതിക പുരോഗതിക്കു മുന്നിൽ വഴിമാറിയെന്ന ബോധം എന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ യാത്രയിൽ എനിക്ക് വ്യക്തമായി തോന്നി. ഡൽഹിയിലെത്തിയ ശേഷം ഞാൻ ചില ദിവസങ്ങൾ അവിടെ താമസിച്ച് ഒരു പ്രധാന അഭിമുഖത്തിൽ പങ്കെടുത്തു. അതെനിക്ക് ആത്മവിശ്വാസം നൽകിയ ഒരു അനുഭവമായിരുന്നു. തുടർന്ന് മറ്റൊരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കായി ഡെറാഡൂണിലേക്ക് പോയി. അവിടെ അറിവിനേക്കാൾ കൂടുതൽ വ്യക്തിത്വത്തിനും മാനസിക സന്നദ്ധതയ്ക്കുമാണ് പ്രാധാന്യം നൽകിയിരുന്നത്. നിരവധി യോഗ്യതകളുണ്ടായിരുന്നിട്ടും അവസാനം ഞാൻ തിരഞ്ഞെടുക്കപ്പെടാതെ പോയി. ആ പരാജയം എനിക്ക് വലിയ നിരാശയുണ്ടാക്കി. ആ സന്ധ്യയിൽ ഞാൻ ഒറ്റപ്പെട്ട മനസ്സോടെ ഒരു പാറക്കരയിൽ നിൽക്കുമ്പോൾ മുന്നിലുള്ള ജീവിതപാതയെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു. ഉത്തരങ്ങൾ തേടി ഞാൻ ഋഷികേശിലേക്ക് പോയി. ഗംഗയിൽ സ്നാനം ചെയ്തപ്പോൾ മനസ്സിനുള്ളിൽ ഒരുതരം ശാന്തി പടരുന്നതായി തോന്നി. പിന്നീട് മലമുകളിലിരുന്ന ഒരാശ്രമത്തിലേക്ക് കയറിച്ചെന്നു. അവിടെയുള്ള ആത്മീയ അന്തരീക്ഷം തന്നെ എന്നെ ആഴത്തിൽ സ്പർശിച്ചു. അവിടെയായിരുന്നു ഞാനൊരു മഹാത്മാവിനെ കണ്ടത്. അദ്ദേഹത്തിന്റെ മുഖത്ത് കരുണയും ശാന്തിയും നിറഞ്ഞിരുന്നു. എന്റെ പശ്ചാത്തലമോ പേരോ അദ്ദേഹത്തിനൊരു തടസ്സമായില്ല. എന്റെ ദുഃഖത്തിന്റെ കാരണം അദ്ദേഹം ചോദിച്ചു. ഞാൻ എന്റെ പരാജയവും ആകാശത്തിലേക്ക് പറക്കാനുള്ള സ്വപ്നവും തുറന്നു പറഞ്ഞു. എന്റെ മനസ്സിലെ ഭാരം കുറച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹൃദയത്തിൽ നിന്നുയരുന്ന ആഗ്രഹം ശുദ്ധവും ശക്തവുമായിരിക്കുമ്പോൾ അതൊരു നാൾ യാഥാർത്ഥ്യമാകും. സമയം അതിനായി തയ്യാറായിരിക്കും. ആ വാക്കുകൾ എന്റെ ഉള്ളിൽ വലിയ മാറ്റമുണ്ടാക്കി. പരാജയം അവസാനമല്ല, വഴിതിരിവാണ് എന്ന ബോധം എനിക്ക് ലഭിച്ചു. വിധിയെ എതിർക്കുന്നതിനു പകരം അതിന്റെ സൂചനകൾ മനസ്സിലാക്കി മുന്നോട്ടു പോകണം എന്ന പാഠം ഞാൻ അവിടെ നിന്നു പഠിച്ചു. ഡൽഹിയിലേക്ക് മടങ്ങിയപ്പോൾ ഞാൻ മുമ്പ് നൽകിയിരുന്ന ഒരഭിമുഖത്തിന്റെ ഫലമായി ഒരു നിയമന ഉത്തരവ് എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. ശമ്പളം ചെറുതായിരുന്നെങ്കിലും അതൊരു വലിയ തുടക്കമായിരുന്നു. ആ നിമിഷം മുതൽ എന്റെ മനസ്സിൽ സമാധാനം നിറഞ്ഞു. ഒരു കാലത്ത് കൈവിട്ടുപോയ സ്വപ്നത്തെക്കുറിച്ച് പിന്നീടൊരിക്കലും കയ്പോ നീരസമോ എനിക്ക് തോന്നിയില്ല. തുടർന്ന വർഷങ്ങളിൽ ഞാൻ വ്യോമസാങ്കേതിക മേഖലയിലെ വിവിധ പദ്ധതികളിൽ പ്രവർത്തിച്ചു. വിമാനങ്ങളുടെ രൂപകൽപ്പനയും പരിശോധനയും വികസനവും എല്ലാം തന്നെ പുതിയ പഠനങ്ങളായിരുന്നു. വ്യവസായ നഗരങ്ങളിലെ ജീവിതം എളുപ്പമായിരുന്നില്ല. ശബ്ദവും തിരക്കും ഒറ്റപ്പെടലും ഒരുമിച്ചു നിന്നു. എങ്കിലും ഓരോ അനുഭവവും എന്നെ കൂടുതൽ ശക്തനാക്കി. കാലം കടന്നപ്പോൾ പുതിയ ഗവേഷണ സ്ഥാപനങ്ങൾ രൂപപ്പെട്ടു. അവിടേക്ക് നിയോഗിക്കപ്പെട്ടതോടെ എന്റെ യാത്ര മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു. പറക്കാൻ കഴിയാതിരുന്നാലും പറക്കാനുള്ള വഴികൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ പങ്കാളിയായിത്തീർന്നു. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ആദ്യ പരാജയം തന്നെയായിരുന്നു എന്നെ എന്റെ യഥാർത്ഥ ദൗത്യത്തിലേക്ക് നയിച്ച ഏറ്റവും വലിയ വഴിത്തിരിവ്. കാൺപൂരിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ അനുഭവമായിരുന്നു ബാംഗ്ലൂർ. ഒരു നഗരമായി അത് കൂടുതൽ ശാന്തവും തുറന്നതുമായിരുന്നു. നമ്മുടെ രാജ്യം തന്നെ പല വൈരുദ്ധ്യങ്ങളുടെയും കൂട്ടായ്മയാണെന്ന് അവിടെ എത്തുമ്പോൾ എനിക്ക് തോന്നി. നൂറ്റാണ്ടുകളായി നടന്ന കുടിയേറ്റങ്ങളും ഭരണപരിവർത്തനങ്ങളും നമ്മെ ഒരേ സമയം സമ്പന്നരാക്കുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്തു.
അതിന്റെ ഫലമായി നമ്മൾ കരുണയും കഠിനതയും വിനയവും കഠോരതയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു ജനതയായി മാറി. കാൺപൂരിൽ കണ്ട ജീവിതരീതികളിൽ നിന്ന് വ്യത്യസ്തമായി ബാംഗ്ലൂരിൽ പാശ്ചാത്യ സ്വാധീനം കൂടുതൽ പ്രകടമായിരുന്നു. എന്നിരുന്നാലും എവിടെയായാലും എനിക്ക് രാമേശ്വരത്തിന്റെ ആഴവും ലാളിത്യവും ഓർമ്മ വന്നു. സന്ധ്യകളിൽ ഞാൻ നഗരോദ്യാനങ്ങളിലും കടകളിലുമായി സമയം ചിലവഴിച്ചു. പുതിയൊരു ജീവിതശൈലി മനസ്സിലാക്കാൻ ശ്രമിച്ചു. എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആരംഭിച്ച ആദ്യ വർഷങ്ങളിൽ ജോലിഭാരം കുറവായിരുന്നു. പലപ്പോഴും നമ്മൾ തന്നെ ജോലി കണ്ടെത്തേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ കാര്യങ്ങൾ ക്രമേണ മുന്നേറിത്തുടങ്ങി. ഭൂതലത്തിൽ വിമാനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഉപകരണങ്ങളെക്കുറിച്ചുള്ള എന്റെ പ്രാഥമിക പഠനങ്ങൾ അടിസ്ഥാനമാക്കി ഒരു പുതുമയുള്ള ആശയം മുന്നോട്ടു വന്നു. തദ്ദേശീയമായി വികസിപ്പിക്കാവുന്ന ഒരു ഭൂതല യന്ത്രസംവിധാനത്തിന്റെ മാതൃക. 4 പേരടങ്ങിയ ചെറിയൊരു സംഘമാണ് ആ പദ്ധതിക്ക് രൂപം നൽകിയത്. ആ സംഘത്തെ നയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തി. 3 വർഷത്തെ സമയം നൽകി. ഈ പദ്ധതി ഞങ്ങളുടെ അനുഭവപരിധിയേക്കാൾ വലുതായിരുന്നു. ഞങ്ങളിലാരും മുമ്പൊരു പറക്കും യന്ത്രം നിർമ്മിച്ചിട്ടില്ല. കൈവശം തയ്യാറായ രൂപകൽപ്പനകളും ഉപകരണങ്ങളും ഒന്നുമില്ല. എങ്കിലും ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ഉറപ്പിച്ചത്: സാധ്യമെന്ന് തോന്നാത്തതിനെ സാധ്യമാക്കണം. ലഭ്യമായ പുസ്തകങ്ങളും കുറിപ്പുകളും വായിച്ചു. വിദഗ്ധരെ തേടി. എന്നാൽ സഹായം കിട്ടിയില്ല. ഒടുവിൽ കൈവശമുള്ള അറിവും വിഭവങ്ങളും ഉപയോഗിച്ച് മുന്നോട്ടു പോകാൻ ഞാൻ തീരുമാനിച്ചു. ഈ ശ്രമം എന്റെ ചിന്തകളെ ഒരു പുതിയ തലത്തിലേക്കുയർത്തി. ഒരിക്കൽ മനസ്സ് ആ ഉയരത്തിലെത്തിയാൽ പിന്നെ പഴയ പരിധികളിലേക്ക് അത് മടങ്ങുന്നില്ല എന്ന പാഠം ഞാനവിടെ പഠിച്ചു. കാലക്രമേണ ഈ പദ്ധതി ഘട്ടങ്ങളായി മുന്നേറിത്തുടങ്ങി. ഭാഗങ്ങൾ, ഉപസംവിധാനങ്ങൾ, പരീക്ഷണങ്ങൾ എല്ലാം ക്രമമായി രൂപം കൊണ്ടു. അന്നത്തെ പ്രതിരോധമന്ത്രി വി.കെ. കൃഷ്ണമേനോൻ ഈ ശ്രമത്തിൽ വലിയ താൽപര്യം കാണിച്ചു. ഇന്ത്യൻ പ്രതിരോധ സാങ്കേതികവിദ്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള ആദ്യ പടിയായി അദ്ദേഹം ഇതിനെ കണ്ടു. ഓരോ സന്ദർശനത്തിലും അദ്ദേഹം ഞങ്ങളുടെ പുരോഗതി വിലയിരുത്തി. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഞങ്ങളുടെ ആത്മബലം ഇരട്ടിയാക്കി. എന്നാൽ എല്ലാവരും ഈ ആശയത്തെ പിന്തുണച്ചില്ല. ചില മുതിർന്ന സഹകർത്താക്കൾ ഇത് അസാധ്യമായ സ്വപ്നമെന്ന് കരുതി. ചിലർ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തു. പറക്കാൻ ശ്രമിക്കുന്ന ഭ്രാന്തന്മാർ എന്ന പേരിലും ഞങ്ങൾ അറിയപ്പെട്ടു. എങ്കിലും ആ വിമർശനങ്ങൾ എന്റെ വിശ്വാസത്തെ തളർത്തിയില്ല. ചരിത്രത്തിൽ പുതിയ ആശയങ്ങൾ ആദ്യം എതിർപ്പുകൾ നേരിടുന്നതാണെന്ന സത്യം എനിക്ക് ബോധ്യമായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ മന്ത്രി വീണ്ടും ADE സന്ദർശിച്ചു. ഞാൻ അദ്ദേഹത്തെ വർക്ക്ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വിവിധ ഘടകങ്ങളായി പിരിച്ചുവെച്ച GEM മാതൃക മേശമേൽ കിടക്കുകയായിരുന്നു. അതൊരു വർഷത്തെ കഠിനാധ്വാനത്തിന്റെ പ്രതീകമായിരുന്നു. അടുത്ത വർഷം പരീക്ഷണ പറക്കലിന് തയ്യാറാകുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. ഈ ഹോവർക്രാഫ്റ്റിന് നന്ദി എന്ന പേര് നൽകി. ലഭ്യമായ പരിമിത സൗകര്യങ്ങൾക്കിടയിലും അതിന്റെ രൂപവും ശേഷിയും ഞങ്ങളുടെ പ്രതീക്ഷകളെ മറികടന്നു. അത് വെറും കാഴ്ചവസ്തുവല്ല, പറക്കാനായി തന്നെയാണ് നിർമ്മിച്ചത്. അന്ന് ഞാൻ ഉറപ്പിച്ചു, വലിയ നേട്ടങ്ങൾ പരിഹാസങ്ങളെയും സംശയങ്ങളെയും അതിജീവിച്ചാണ് ജനിക്കുന്നത്. സുരക്ഷാ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് പ്രതിരോധമന്ത്രി കൃഷ്ണമേനോൻ സ്വയം നന്ദി എന്ന ഹോവർക്രാഫ്റ്റിൽ കയറാൻ തയ്യാറായി. പരിചയസമ്പന്നനല്ലാത്ത എന്നെപ്പോലൊരു സാധാരണ വൈമാനികനോടൊപ്പം പറക്കുന്നതിലെ അപകടസാധ്യത ചൂണ്ടിക്കാട്ടി പരിചയസമ്പന്നനായ ഒരു സീനിയർ ഫ്ലൈയിംഗ് ഓഫീസർ വാഹനം നിയന്ത്രിക്കാമെന്ന് പറഞ്ഞു മുന്നോട്ട് വന്നു. ആ ഓഫീസർ എന്നോട് ഹോവർക്രാഫ്റ്റിൽ നിന്നും പുറത്തിറങ്ങാൻ ആംഗ്യം കാണിച്ചു. പക്ഷെ ഞാൻ നിർമ്മിച്ച യന്ത്രത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അതെന്റെ നിശബ്ദ നിലപാടിലൂടെ തന്നെ മന്ത്രി മനസ്സിലാക്കി. അദ്ദേഹം പുഞ്ചിരിയോടെ യാത്രയാരംഭിക്കാൻ എന്നോട് സൂചന നൽകി. പറക്കൽ കഴിഞ്ഞ ശേഷം പദ്ധതിയുടെ അടിസ്ഥാന സാങ്കേതിക വെല്ലുവിളികൾ ഞങ്ങൾ മറികടന്നുവെന്ന് മന്ത്രി തുറന്നു സമ്മതിച്ചു. കൂടുതൽ ശേഷിയുള്ള ഒരു മെച്ചപ്പെട്ട രൂപം വികസിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ നിമിഷം എന്റെ ശ്രമങ്ങൾക്ക് ലഭിച്ച അംഗീകാരം എന്നെ അകമഴിഞ്ഞ സന്തോഷത്തിലാഴ്ത്തി. പിന്നീട് സംശയത്തോടെയുണ്ടായിരുന്ന ചിലർ പോലും അടുത്ത സുഹൃത്തുക്കളായി മാറി. പദ്ധതി നിശ്ചയിച്ച സമയത്തിനും മുൻപേ പൂർത്തിയായി. പരിമിത സൗകര്യങ്ങളിലൂടെയും ഭാരവാഹിത്വത്തിലും മികച്ചൊരു യന്ത്രം നിർമ്മിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. എന്നാൽ രാഷ്ട്രീയവും ഭരണപരവുമായ മാറ്റങ്ങൾ കാരണം ഈ പദ്ധതിക്ക്
തുടർച്ച ലഭിച്ചില്ല. ആ അനുഭവം എന്നെ വേദനിപ്പിച്ചെങ്കിലും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിപ്പിച്ചു. സ്വപ്നങ്ങൾക്ക് പോലും ചില പരിധികളുണ്ടെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നിരാശയും ആശയക്കുഴപ്പവും നിറഞ്ഞ ആ കാലഘട്ടത്തിൽ ബാല്യത്തിൽ കേട്ട ആത്മീയ ഉപദേശങ്ങൾ എന്റെ മനസ്സിലേക്ക് തിരികെ വന്നു. സത്യം തേടുന്നവന് ഒരുനാൾ വഴി തുറക്കും എന്ന വിശ്വാസം എന്നെ പിടിച്ചു നിർത്തി. അങ്ങനെ ഒരുനാൾ ഞങ്ങളുടെ ഹോവർക്രാഫ്റ്റിന്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കാൻ ഒരു പ്രത്യേക പ്രദർശനം നടത്താൻ നിർദ്ദേശം ലഭിച്ചു. അന്നു വന്ന സന്ദർശകൻ യന്ത്രത്തെക്കുറിച്ച് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അതിന്റെ പ്രവർത്തനം നേരിൽ അനുഭവിക്കണമെന്ന ആഗ്രഹവും അദ്ദേഹം പ്രകടിപ്പിച്ചു. കുറച്ചുനേരം ഭൂമിയിൽ നിന്ന് അല്പമുയർന്ന് യന്ത്രം വായുവിൽ താങ്ങി നിന്ന് സഞ്ചരിച്ചു. യാത്ര കഴിഞ്ഞപ്പോൾ അദ്ദേഹം നന്ദി പറഞ്ഞു. പോകും മുമ്പ് അദ്ദേഹം തന്റെ തിരിച്ചറിയൽ വെളിപ്പെടുത്തി. ഇന്ത്യയിലെ ഒരു പ്രമുഖ ശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിന്റെ മേധാവിയായിരുന്നു അദ്ദേഹം. കുറച്ചു ദിവസങ്ങൾക്കകം ഒരു ബഹിരാകാശ ഗവേഷണ സംഘടനയിൽ നിന്ന് എനിക്ക് അഭിമുഖത്തിനുള്ള ക്ഷണം ലഭിച്ചു. അന്ന് ആ സ്ഥാപനത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു. എങ്കിലും തയ്യാറെടുപ്പുകളില്ലാതെ മനസ്സിലെ പിരിമുറുക്കം മാറ്റി സ്വയം വിശ്വസിച്ച് ഞാൻ അഭിമുഖത്തിന് പോയി. വിജയത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കാതിരിക്കുക തന്നെയാണ് മികച്ച പ്രകടനത്തിന് വഴിയൊരുക്കുന്നതെന്ന് ഞാൻ അപ്പോൾ മനസ്സിലാക്കി. അഭിമുഖമെടുത്തവർ എന്റെ നിലവിലെ അറിവിനേക്കാൾ എന്നിലുള്ള സാധ്യതകളെയാണ് വിലയിരുത്തിയത്. ആ കൂട്ടിക്കാഴ്ച എന്റെ വ്യക്തിഗത സ്വപ്നം ഒരു വലിയ ദേശീയ സ്വപ്നത്തിന്റെ ഭാഗമാകുന്ന നിമിഷമായി എനിക്ക് തോന്നി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതായി അറിയിപ്പ് ലഭിച്ചു. പുതിയ ജോലിസ്ഥലം മുമ്പ് കണ്ട അന്തരീക്ഷങ്ങളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. ഔപചാരികതകളേക്കാൾ സഹകരണവും സ്വാതന്ത്ര്യവുമാണ് അവിടെ പ്രധാനം. അതിനിടയിൽ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു കേന്ദ്രം കേരളത്തിലെ ഒരു ചെറുഗ്രാമത്തിൽ സ്ഥാപിക്കാനുള്ള തീരുമാനമുണ്ടായി. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ആ സ്ഥലത്തെ തിരഞ്ഞെടുക്കാൻ കാരണം. സ്ഥലമേറ്റെടുക്കൽ മുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതുവരെ നിരവധി വെല്ലുവിളികൾ മറികടക്കേണ്ടിവന്നു. ഒരാരാധനാലയം പോലും ഗവേഷണ കേന്ദ്രത്തിന്റെ ആദ്യ ഓഫീസായി മാറി. അവിടെ പ്രാർത്ഥനാമുറികൾ പരീക്ഷണശാലകളായി പഠനമുറികളായി മാറി. അത് ഇന്ത്യയുടെ ശാസ്ത്രചരിത്രത്തിലെ അപൂർവമായൊരധ്യായമായിരുന്നു. തുടർന്ന് ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ പരിശീലനം നേടാൻ വിദേശത്തേക്ക് പോകാനുള്ള അവസരം ലഭിച്ചു. യാത്രയ്ക്ക് മുമ്പ് ഞാൻ സ്വന്തം നാടായ രാമേശ്വരത്ത് തിരിച്ചെത്തി. ആ വാർത്ത കേട്ടപ്പോൾ പിതാവിന്റെ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദിപൂർവമായ പ്രാർത്ഥനകളിലൂടെ ദൈവിക ശക്തി എന്നിലേക്കും തിരിച്ചുമൊഴുകുന്നതായി ഞാൻ അനുഭവിച്ചു. പ്രാർത്ഥന മനുഷ്യന്റെ സൃഷ്ടിപരമായ ശക്തികളെ ഉണർത്തുന്ന ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിയാനും വളർത്താനും അത് നമ്മെ സഹായിക്കുന്നു. യാത്രയയക്കാനെത്തിയ ബാല്യസുഹൃത്തുക്കളുടെ വിശ്വാസവും സ്നേഹവും എന്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. അവരുടെ വാക്കുകൾ എന്റെ അവസാന സംശയങ്ങളെയും തകർത്തു. ആ നിമിഷം കണ്ണുനീർ പോലും അഭിമാനത്തിന്റെ ഭാഗമായി തീർന്നു. സുഹൃത്തുക്കളെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ നല്ല പുസ്തകങ്ങൾ പരിചയപ്പെടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.